പേരിലാകും അറിയപ്പെടുക. അതെ, ഞാൻ ദ്രൗപദിയാണ്. ദ്രോണാചാര്യൻ എന്റെ പിതാവ് ദ്രുപദനെ അപമാനിച്ചതിനാൽ അദ്ദേഹത്തെ വധിക്കാനായി ദ്രുപദന്റെ പ്രാർത്ഥന പ്രകാരം ജന്മമെടുത്തവരാണ് ഞാനും ദൃഷ്ടദ്യുമ്നനും. ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇന്നെന്റെ സ്വയംവരമാണ്. എത്രയെത്ര രാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്. എനിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ വേണ്ടി എന്റെ സഹോദരൻ കടുത്ത മത്സരമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പീഠത്തിൽ വച്ചിരിക്കുന്ന വില്ലെടുത്തുയർത്തി ഞാൻ വലിച്ചു കെട്ടാനേ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ കൊടിമരത്തിന് മുകളിലെ കറങ്ങുന്ന ചക്രത്തിലിരിക്കുന്ന പക്ഷിയുടെ കണ്ണിലേക്ക് താഴെയുള്ള ജലത്തിലെ പ്രതിബിംബത്തിൽ നോക്കി അമ്പെയ്തു കൊള്ളിക്കുന്നത്. അതാ, ആരാണ് ഈ സുമുഖനായ രാജകുമാരൻ? എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്. സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയുണ്ട്. ആ കവചകുണ്ടലങ്ങൾ അണിഞ്ഞുകൊണ്ട് രാജപ്രൗഢിയോടെ നടന്നു വരുന്ന ഇദ്ദേഹം ആരാണ്? അതാ, അയാൾ അനായാസമായി വില്ലെടുത്തു കുലിക്കുന്നു. സമർത്ഥൻ തന്നെ. എന്തൊരു കൈവേഗതയാണ്. ഇദ്ദേഹമാണോ കൃഷ്ണൻ എന്നും പറയാനുള്ള ആ അർജുനൻ? എവിടെ കൃഷ്ണൻ? അതാ, കൃഷ്ണൻ എന്തോ ആംഗ്യം കാണിക്കുന്നു. എന്ത്? ഈ പുരുഷകേസരി ഒരു സൂതപുത്രനാണെന്നോ? ഇല്ല, ഞാനൊരു സൂതപുത്രനെ ഭർത്താവായി സ്വീകരിക്കുകയില്ല. എന്റെ അലർച്ച കേട്ട് അതാ അയാൾ വില്ല് താഴെ വെച്ച് തലയും താഴ്ത്തി നടന്നു പോകുന്നു. ഹേ കർണ, എന്നോട് പൊറുക്കൂ. നീയൊരു സൂതപുത്രനല്ലായിരുന്നുവെങ്കിൽ. എന്റെ നിയോഗം പോലെ പഞ്ചപാണ്ഡവരിൽ മൂന്നാമനായ സാക്ഷാൽ അർജുനൻ തന്നെയാണ് മത്സരത്തിൽ വിജയിച്ചതും എന്നെ വിവാഹം കഴിച്ചതും. പക്ഷേ മാതാവ് കുന്തിദേവിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ 5 പേർക്കും ഞാൻ ഭാര്യയാകേണ്ടി വന്നു. മുജ്ജന്മത്തിൽ ഞാനത് ആവശ്യപ്പെട്ടിരുന്നുവത്രേ. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ദുരിതം ആരംഭിക്കുകയായിരുന്നു. ആരാണത്? പ്രതിഗാമിയോ? എന്താണ് ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? എന്ത്? യുധിഷ്ഠിരനും ശകുനിയും തമ്മിൽ ചൂത് കളിച്ചപ്പോൾ യുധിഷ്ഠിരൻ തോറ്റുപോയെന്നോ? സകലതും പണയം വെച്ച് കളിച്ച ശേഷം ഒടുവിൽ ഭാര്യയായി എന്നെയും പണയം വെച്ചെന്നോ? അതെങ്ങനെ കഴിയും പ്രതിഗാമി? സ്വയം പണയത്തിലായ ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളെ പണയം വെക്കാനാകും? പോകൂ, അതൊന്ന് ചോദിച്ചിട്ട് വരൂ. ഹേ ദുശാസന, വിടൂ, എന്റെ മുടിയിൽ നിന്നും പിടിവിടൂ. എന്റെ ഭർത്താക്കന്മാർ കണ്ടാൽ നിന്റെ കൈ വെട്ടി മാറ്റുന്നതായിരിക്കും. ഹേ നീജ, ഞാൻ ഋതുമതിയാണ്. ഒറ്റ ചേലയുടുത്ത് അശുദ്ധിയായി ഇരിക്കുന്ന എന്നെ ഇങ്ങനെ മുടിയിൽ പിടിച്ച് വലിച്ചിഴക്കരുതേ. യുധിഷ്ഠിര, ഭീമസേന, പ്രിയപ്പെട്ട അർജുന, നകുല സഹദേവന്മാരെ, ഇത് കാണുന്നില്ലേ? ഈ നീചനായ ദുശാസന്റെ ക്രൂരത കണ്ട് നിങ്ങൾ എന്താണ് തലയും താഴ്ത്തി നിൽക്കുന്നത്? അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഭീഷ്മ പിതാമഹരെ, പറയൂ, സ്വന്തം ജീവിതം അന്യന് പണയപ്പെടുത്തിയ ഭർത്താവിന് തന്റെ ഭാര്യയെ പണയപ്പെടുത്താൻ എന്താണ് അവകാശം? സ്ത്രീകളുടെ മാനം ചതുരംഗ പലകയിൽ അടുക്കി വെക്കുന്ന ചതുരംഗ കരുവാണോ? ഹേ വില്ലാളി വീരനായ അർജുന, 1000 ആനകളുടെ ശക്തിയുള്ള ഭീമസേന, നിങ്ങൾ കാണുന്നില്ലേ ആ ദുഷ്ടൻ ദുര്യോധനൻ തന്റെ തുടിയിലെ പുടവ നീക്കി എന്നെ അവിടെ ഇരിക്കാൻ ക്ഷണിക്കുന്നത്? നിങ്ങൾ കാണുന്നില്ലേ ഈ നീചൻ ദുശാസനൻ എന്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴയ്ക്കുന്നത്? ഇതാ
അന്ധന്മാരും ബധിരന്മാരും അഹങ്കാരികളും നിറഞ്ഞു നിൽക്കുന്ന ഈ കൗരവ സഭയെ സാക്ഷി നിർത്തി ദ്രൗപദി ശപഥം ചെയ്യുന്നു. അധർമ്മിയായ ദുര്യോധന്റെ ഈ തുട എന്റെ ഭർത്താവ് ഭീമസേനൻ തന്റെ കനത്ത ഗദ കൊണ്ട് തല്ലി ഉടയ്ക്കും. നീചനായ ദുശാസന്റെ മാറുപിളർന്ന് ഭീമൻ സംഹാര താണ്ഡവമാടും. അവന്റെ ചങ്കിലെ ചുടു ചോരപുരണ്ട കൈകൊണ്ടേ ഇന്ന് അഴിഞ്ഞുലഞ്ഞ എന്റെ വാർമുടി ഞാൻ വാരിക്കെട്ടു. അതുവരേക്കും ദ്രൗപദിയുടെ മുടി ഇങ്ങനെ അഴിഞ്ഞുലഞ്ഞു തന്നെ കിടക്കും. ഈ ഇരിക്കുന്ന കൗരവ പ്രമുഖരെയെല്ലാം എന്റെ ഭർത്താക്കന്മാർക്കൊന്ന് ഈ കുലം മുടിക്കും. ഇത് സത്യം, സത്യം, സത്യം.